ओम श्री सद्गुरु चरणारविंदाभ्यां नमः। गुरु ब्रह्मा गुरु विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदा शिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। സമസ്ത ആചാര്യമണ്ഡലിക്ക് എൻ്റെ പ്രണാമം. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ബ്രഹ്മാനന്ദത്തിന്റെ ആ പരിമാണം, അതിന്റെ അളവ് എത്രയാണെന്ന് ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി സൂചന മാത്രം നമ്മുടെ ലൗകികമായ ആനന്ദങ്ങളിൽ നിന്നുമുള്ള ഒരു പരമ്പര, ഉപരിയുള്ള ഒരു പരമ്പര, അതായത് ഒരു ഗ്രഡേഷൻ, ഹയർ ഗ്രഡേഷൻ, അത് മനസ്സിലാക്കി തരുന്ന ഉപനിഷത്ത് ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് ആരംഭിച്ചു വെച്ചതും. അതിനുള്ള അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ബ്രഹ്മത്തിന്റെ ആ നിയന്ത്രണം കൊണ്ട് മാത്രം, ബ്രഹ്മം എന്ന് പറയുന്ന അചിന്ത്യവും അപരിമിതവുമായ ആ ശക്തിയോടുള്ള ഒരു ഭയം കൊണ്ട് മാത്രമാണ് പ്രപഞ്ചത്തെ ധരിക്കുന്നതായ ശക്തികളെല്ലാം തന്നെ അവരവരുടെ കാര്യങ്ങളിൽ അവർ വളരെ കർത്തവ്യ കുശലരായി അവർ കഴിയുന്നത്, ഏകാഗ്രതയോടുകൂടി അവരവരുടെ കർത്തവ്യം നിർവഹിക്കുന്നത് എന്ന് പറയുന്നു. ഭീഷാസ്മാത് വാതഃ പവത്തെ ഭീഷോ ഉദേതി സൂര്യഃ ഭീഷാസ്മാത് അഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി എന്ന് പറഞ്ഞ് ഈ ഒരു സ്വയം ഈശ്വരത്വം സമ്പാദിച്ചതായ വായു, ഇന്ദ്രൻ, അഗ്നി, യമൻ മുതലായ ദേവതകളെല്ലാവരും തന്നെ ഈ ഭീഷാസ്മാത് അസ്മാത് ബ്രഹ്മണ ഭീഷ, ഈ ബ്രഹ്മത്തോടുള്ള ഭയം നിമിത്തം അവർ അവരവരുടെ കാര്യങ്ങളിൽ വളരെ കൃത്യമായി ജാഗ്രത പുലർത്തിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഭീഷോ ഉദേതി സൂര്യഃ, സൂര്യൻ കൃത്യമായിട്ട് ഉദിക്കുന്നു. വാതഃ പവത്തെ, വായു ശുദ്ധീകരിക്കുന്നു. അഗ്നിയും ഇന്ദ്രനും അവരവരുടെ കർമ്മങ്ങളിൽ, അതായത് ദാഹകത്വ കർമ്മം, പാപകത്വ ധർമ്മം രണ്ടുമാണ് അഗ്നിക്കുള്ളത്. അതായത് ചീത്ത വസ്തുക്കളെയെല്ലാം ദഹിപ്പിച്ചുകൊണ്ടും നല്ല വസ്തുക്കളെയെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടും, അതാണ് ദാഹകത്വം, പാവകത്വം. ഇത് രണ്ടും ഒരേ വ്യക്തിയാണ് അനുഷ്ഠിക്കുന്നത്, പക്ഷെ കർമ്മം വേറെ വേറെയാണ്. അങ്ങനെ ആ അഗ്നിയും മൃത്യുർധാവതി പഞ്ചമയിത്തി, ഒരു തമാശ മട്ടിൽ പറയാണ്, മൃത്യു ആകട്ടെ ഓടിയെത്തുന്നു. ആരുടെ പ്രാണനെയാണോ കൃത്യസമയത്ത് ഹരിച്ചുകൊണ്ട് വരേണ്ടത്, അതിനുവേണ്ടി മൃത്യുഹു ധാവതി എന്ന്. എന്നിട്ടാണ് ഈ പറയുന്ന ആനന്ദമീമാംസയെ കുറിച്ച് തുടങ്ങിയത്. അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള വരികൾ ഇന്നലെ ചെറുതായി മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. ഒരു യുവാവ്, വളരെ പ്രസിദ്ധമായ ആനന്ദമീമാംസയാണിത്. ഈ ഉപനിഷത്തിന്റെ ഒരു പക്ഷേ ഏറ്റവും ഒരു സെൻട്രാലിറ്റി ഓഫ് ദിസ് ഉപനിഷത്ത് ഈ ആനന്ദമീമാംസയാണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു യുവാവ്, വളരെ വേഗത്തിൽ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നവൻ, ചെയ്തു തീർക്കുന്നവൻ, എല്ലാറ്റിലും ജാഗരൂകനായിരിക്കുന്നവൻ, നല്ല ഉറപ്പുള്ളവൻ, ശക്തിയുള്ളവൻ, ശാസ്ത്രജ്ഞാനമുള്ളവൻ, സൽസ്വഭാവിയുമായിരിക്കണം. അങ്ങനെ സാഹസികതയോടും കൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനുമാണെന്ന് വെക്കുക. ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠ എന്ന് ഉപനിഷത്ത് മനസ്സിലാക്കി തരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു യുവാവ്, യുവാ സ്യാത്
സാധു യുവാധ്യായക, സാധു യുവാ നല്ല യുവാവാണ്, സൽസ്വഭാവിയാണ്, യുവാവാണ്. അധ്യായക ശാസ്ത്രജ്ഞാനമുള്ളവനാണ്. ആശിഷ്ഠോ ദൃഢിഷ്ഠോ ബലിഷ്ഠ നല്ല ഉറപ്പുള്ളവനാണ്, ജാഗരൂകതയുള്ളവനാണ്, ശക്തിയുള്ളവനാണ്, മനോബലവും കായിക ബലവും ഉള്ളവനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ സർവസമ്പദ് സമൃദ്ധമായ ഈ ഭൂമി മുഴുവൻ അധീനമായി കഴിഞ്ഞാൽ അയാളുടെ കയ്യിലെത്തി ഹരിയോ സർ, മ്യൂട്ടായി പോയി. ഇപ്പൊ ശരിയായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, അയാൾക്ക് ലഭിക്കുന്ന ആനന്ദം മാനുഷ ആനന്ദം. ഈ മാനുഷ ആനന്ദത്തിന്റെ 100 ഇരട്ടിയാണ്, 100 മടങ്ങ് വലുതാണ് മനുഷ്യ ഗന്ധർവാണാം ആനന്ദ എന്ന്. അപ്പോ തേ ശതം സ ഏകോ മാനുഷ ആനന്ദ, തേ ശതം മാനുഷ ആനന്ദാ, സ ഏകോ മനുഷ്യ ഗന്ധർവാണാം ആനന്ദ. അപ്പൊ മനുഷ്യ ഗന്ധർവന്മാർ എന്നൊരു വിഭാഗമുണ്ട്. ആ മനുഷ്യ ഗന്ധർവന്മാരുടെ ആനന്ദം 100 ഇരട്ടിയാണ്. അതായത് മാനുഷാനന്ദത്തിന്റെ 100 ഇരട്ടിയാണ് ഒരു മനുഷ്യ ഗന്ധർവ ആനന്ദം. അങ്ങനെയുള്ള ആനന്ദം ആർക്ക് ലഭിക്കുന്നു? ശ്രോത്രിയസ്യ അകാമഹതസ്യ. ശ്രോത്രിയനും കാമാഭിഗതനും അല്ലാത്തവനും കാമങ്ങൾക്ക് വശമതനാകാത്തനുമായ, അതാണ് ശ്രോത്രിയസ്യ അകാമഹതസ്യ. കാമഹതഃ കാമേന പീഡിതക, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവനെയാണ് കാമഹതൻ എന്ന് പറയുന്നത്. ഇവിടെ അകാമഹതഃ, കാമഹതോ ന ഭവതി ഇതി അകാമഹതഃ. കാമഹതനല്ലാത്തവൻ, ഒട്ടും ആഗ്രഹങ്ങളോ ആശകളോ യാതൊന്നും ഇല്ലാത്തവൻ, പ്രതീക്ഷകളോ ഇല്ലാത്തവരുത്തൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി ശ്രോത്രിയനായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ 100 മനുഷ്യ ഗന്ധർവ ആനന്ദം അയാൾക്ക്, ഈ ഒരു മനുഷ്യ ഗന്ധർവ ആനന്ദം അയാൾക്ക് ലഭിക്കുന്നു. അപ്പൊ വിഷയ അഭിലാഷങ്ങളിൽ കൊണ്ട് അഭിഗതനാകാത്ത ഒരു ജ്ഞാനിക്ക് ആ ആനന്ദം, മനുഷ്യ ഗന്ധർവന്മാരുടെ ആനന്ദം ഉണ്ടാകുമ്പോൾ. ഇനി തേ ശതം മനുഷ്യ ഗന്ധർവാണാം ആനന്ദ, സ ഏകോ ദേവഗന്ധർവാണാം ആനന്ദ. ഈ മനുഷ്യ ഗന്ധർവന്മാരുടെ ആനന്ദത്തിന്റെ 100 മടങ്ങ്, 100 ഇരട്ടിയാണ് ദേവഗന്ധർവന്മാരുടെ, ഒരു ദേവഗന്ധർവരുടെ ആനന്ദം. തേ ശതം മനുഷ്യ ഗന്ധർവാണാം ആനന്ദ, സ ഏകോ ദേവഗന്ധർവാണാം ആനന്ദ. അതാണ് ഒരു ദേവഗന്ധർവൻ കിട്ടുന്നത്. ശ്രോത്രിയസ്യ അകാമഹതസ്യ. ശ്രോത്രിയനും അകാമഹതനുമായ ഒരു ജ്ഞാനിക്ക് ഈ ദേവഗന്ധർവന്മാരുടെ 100 മടങ്ങ് ആനന്ദം ലഭിക്കുന്നു എന്നാണ്. അത് ആരുടെ ആനന്ദത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ, സ ഏക പിതൃണാം ചിരലോകലോകാനാം ആനന്ദ. പിതൃക്കൾ, ചിരലോകലോകാനാം ആനന്ദ. പിതൃക്കൾ, അത് നമുക്ക് ആരൊക്കെയാണ് ഈ മനുഷ്യ ഗന്ധർവൻ, ആരൊക്കെയാണ് പിതൃക്കൾ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. തേ ശതം ദേവഗന്ധർവാണാം ആനന്ദ. അപ്പൊ 100 മനുഷ്യ ഗന്ധർവന്മാരുടെ ആനന്ദം കൂടിയാൽ ഒരു ദേവഗന്ധർവ ആനന്ദം. അത് ഈ ശ്രോത്രിയനും അകാമഹതനുമായ ജ്ഞാനിക്ക് നിഷ്പ്രയാസം ലഭിക്കുന്നു. ഇനി തേ ശതം ദേവഗന്ധർവാണാം ആനന്ദാഃ, സ ഏകോ
പിതॄണാം ചിരലോകലോകാനാം അനന്തഃ ശ്രോത്രിയസ്യ ച കാമഃ തസ്യ. ഇനി ദേവഗന്ധർവന്മാരുടെ ആനന്ദത്തിന്റെ 100 മടങ്ങാണ് ചിരലോകസ്ഥായികളായ പിതൃക്കളുടെ ആനന്ദം. ഒരു ആനന്ദം. പിതൃക്കൾ ചിരലോകം, ചിരകാലം പിതൃലോകത്തിൽ കഴിയുന്നവർ അവരെങ്ങനെ കഴിയുന്നു? ഭൂമിയിൽ ഏത് കർമ്മം അനുഷ്ഠിച്ചത് കൊണ്ടാണ് അവർ ചിരകാലം പിതൃലോകത്തിൽ ഈ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കിപ്പോ മനസ്സിലാക്കാം. ഇനി തേയേ ശതം പിതॄണാം ചിരലോകലോകാനാം ആനന്ദഃ സ ഏക ആജാനജാനാം ദേവാനാം ആനന്ദഃ. കണ്ടോ, ഒരു ഗ്രഡേഷൻ നൽകിക്കൊണ്ട് പോവുകയാണ്. അപ്പോ ഈ ഉത്കൃഷ്ട ലോകങ്ങളിൽ വസിക്കുന്നതായ മറ്റ് ആ സൃഷ്ടി വൈഭവങ്ങളുള്ളതായ ആളുകളുടെ ഒരു പരമ്പര, ഒരു ഗ്രഡേഷൻ, ആനുഷ ആനന്ദത്തിൽ നിന്നും ക്രമേണ ഉത്കർഷം പ്രാപിക്കുന്നതായ, അഭിവൃദ്ധി പ്രാപിക്കുന്നതായ, കൂടുതൽ കൂടുതൽ അനുഭവ വിഷയമാകുന്നതായ ആനന്ദത്തിന്റെ തോത്, ആനന്ദത്തിന്റെ അളവ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. തേ ശതം പിതॄണാം ചിരലോകലോകാനാം ആനന്ദാഃ സ ഏക ആജാനജാനാം ദേവാനാം ആനന്ദഃ. ആജാനജന്മാരായ ദേവന്മാരുടെ ആനന്ദമാണ്. പിതൃലോകത്തിൽ ചിരലോകസ്ഥായിയായ ആത്മാക്കൾ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ 100 മടങ്ങ് ആജാനജ ദേവന്മാരെ അനുഭവിക്കുന്നു. ഒരു ആജാനജ ദേവൻ അനുഭവിക്കുന്നു. ശ്രോത്രിയസ്യ കാമഃ തസ്യ. അകാമഹതനും ശ്രോത്രിയനുമായ ഒരു വ്യക്തിക്ക് ഇതും ലഭിക്കുന്നു. തേ ശതം ആജാനജാനാം ദേവാനാം ആനന്ദാഃ സ ഏകഃ കർമ്മദേവാനാം ദേവാനാം ആനന്ദഃ. ആജാനജ ദേവന്മാരുടെ 100 ആനന്ദം, 100 ഇരട്ടിയാണ് ഒരു ദേവൻ അനുഭവിക്കുന്നതായ ആനന്ദം. അപ്പൊ ദേവന്മാരിൽ ഒരു ഗ്രഡേഷൻ ഉണ്ട്. ആജാനജ ദേവന്മാർ, കർമ്മദേവന്മാർ എന്നാൽ ഈ കർമ്മണ ദേവാൻ അഭിയന്തി, അതാണ് കർമ്മദേവൻ. അവരുടെ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് അവർ ദേവത്വം പ്രാപിച്ചവർ എന്നർത്ഥം. ശ്രോത്രിയസ്യ ച കാമഃ തസ്യ തേ ശതം കർമ്മദേവാനാം ദേവാനാം ആനന്ദഃ സ ഏകോ ദേവാനാം ആനന്ദഃ. ദേവന്മാരായി തന്നെ സ്ഥിരമായി നിൽക്കുന്നവരുടെ ഒരു ആനന്ദമാണ് 100 കർമ്മദേവന്മാരുടെ ആനന്ദം. ശ്രോത്രിയസ്യ ച കാമഃ തസ്യ തേ ശതം ദേവാനാം ആനന്ദാഃ സ ഏക ഇന്ദ്രസ്യാനന്ദഃ. അങ്ങനെ 100 ദേവ ആനന്ദത്തിന് തുല്യമാണ് ഇന്ദ്രന്റെ ആനന്ദം. ശ്രോത്രിയസ്യ ച കാമഃ തസ്യ തേ ശതം ഇന്ദ്രസ്യാനന്ദാഃ. ഇന്ദ്രൻ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ 100 മടങ്ങാണ് സ ഏകോ ബൃഹസ്പതേരാനന്ദഃ. ദേവഗുരുവായ ബൃഹസ്പതി അനുഭവിക്കുന്നു. ശ്രോത്രിയസ്യ ച കാമഃ തസ്യ. ശ്രോത്രിയനും കാമഹതനല്ലാത്തവനുമായ ഒരു ജ്ഞാനിക്ക് ഈ ബൃഹസ്പതിയുടെ ആനന്ദവും ലഭിക്കുന്നു. തേ ശതം ബൃഹസ്പതേരാനന്ദഃ സ ഏകഃ പ്രജാപതേരാനന്ദഃ. അങ്ങനെ 100 ഇരട്ടി വർദ്ധിച്ചതായ ബൃഹസ്പതിയുടെ ആനന്ദം ഒരു പ്രജാപതി അനുഭവിക്കുന്നു. പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജകളെ സൃഷ്ടിക്കുന്ന, ബ്രഹ്മാണ്ടത്തെയൊക്കെ സൃഷ്ടിക്കുന്ന പ്രജാപതി, ബ്രഹ്മാവ്. ശ്രോത്രിയസ്യ ച കാമഃ തസ്യ തേ ശതം പ്രജാപതേരാനന്ദഃ സ ഏകോ ബ്രഹ്മണ ആനന്ദഃ. അതും 100 പ്രജാപതികൾ അനുഭവിക്കുന്നതായ ആനന്ദത്തിന്റെ ആ അളവിലും വലുതാണ് ബ്രഹ്മണ ആനന്ദഃ. ശ്രോത്രിയസ്യ ച അകാമഃ തസ്യ. ഇതാണ് ബ്രഹ്മാനന്ദത്തിന്റെ ഒരു അളവ് മനസ്സിലാക്കി തരുന്നത്. ഭൂമിയിലെ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്നും അങ്ങനെ ലൗകിക ആനന്ദങ്ങളിൽ നിന്നും തുടങ്ങി ക്രമേണ ഉത്തരോത്തരം ഉത്കർഷം അനുഭവിച്ച് ജീവിക്കുന്നവരായ ആത്മാക്കൾ ആരൊക്കെയാണ് എന്ന് പറയുന്നു? മനുഷ്യഗന്ധർവന്മാർ, ദേവഗന്ധർവന്മാർ,
പിന്നെ അത് കഴിഞ്ഞാൽ ആജാനജ ദേവന്മാർ, കർമ്മദേവന്മാർ, പിതൃക്കൾ, ആജാനജ ദേവന്മാർ, കർമ്മദേവന്മാർ, ദേവന്മാർ, ഇന്ദ്രൻ, ബൃഹസ്പതി, പ്രജാപതി. ഇതിലെല്ലാം ഉപരിയായി വർത്തിക്കുന്ന ഇതിന്റെ 100 ഇരട്ടിയാണ് ഈ ബ്രഹ്മാനന്ദം എന്ന്. ഈ ബ്രഹ്മാനന്ദം, ഈ ബ്രഹ്മ ആനന്ദ മീമാംസ, ഈ വിചാര ചർച്ച, അസ്യ ബ്രഹ്മണഃ ആനന്ദസ്യ ഏഷാ മീമാംസ വിചാരണാ ഭവതി. കിം ആനന്ദസ്യ മീമാംസ്യമിതി. എന്തിനാണിത് എന്ന് ചോദിച്ചാൽ, കിം ആനന്ദോ വിഷയ സംബന്ധജനിതഃ ലൗകികാനന്ദവത് ആഹൗസ്വിത് സ്വാഭാവികഃ. ഇപ്പൊ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ലൗകിക ആനന്ദം പോലെ വിഷയീഭാവം ഉൾക്കൊള്ളുന്നതാണോ അല്ലയോ എന്ന് ചോദ്യം, അല്ലെങ്കിൽ സ്വാഭാവികമാണോ? അതുകൊണ്ട് വേണ്ടിയാണ് ഈ ആനന്ദ മീമാംസ തുടങ്ങുന്നത്. ലൗകിക ആനന്ദം എന്ന് പറയുന്നത് വിഷയി സംബന്ധം ഉള്ളത് കൊണ്ടാണ്. നമുക്ക് സാധാരണ അറിയാം, നമുക്ക് സുഖം എന്നൊക്കെ നമ്മൾ പറയുന്നു. നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ ഭക്ഷണം എന്ന വിഷയത്തിലൂടെ വിഷയിയായ ഈ ആത്മാവ് ആനന്ദം അനുഭവിക്കുന്നു, താൽക്കാലികമായ ആനന്ദം അനുഭവിക്കുന്നു. വളരെ ദൂരം നടന്ന് സഞ്ചരിച്ചു വരുന്ന ഒരാള് ഒരു ഫാനിന്റെ ചോട്ടിൽ നിന്നാൽ അയാൾക്ക് ആനന്ദം ലഭിക്കുന്നു. അപ്പൊ വിഷയി സംബന്ധം. ഇങ്ങനെ ഇത്തരത്തിലുള്ള വിഷയ സംബന്ധം ലോകത്തിൽ അനുഭവ വിഷയമാകുന്നത് പോലെയാണോ ബ്രഹ്മാനന്ദം? അതല്ല, സ്വാഭാവികമാണോ? സ്വാഭാവികം മാത്രമാണ് എന്നുള്ളതാണ് ഈ ഉപനിഷത്തിന്റെ ഒരു നിഗമനം. അത്ര ലൗകിക ആനന്ദോ ബാഹ്യ ആധ്യാത്മിക സാധന സമ്പത്തി നിമിത്ത ഉത്കൃഷ്ട സ യേഷ നിർദ്ദിശ്യത്തെ ബ്രഹ്മാനന്ദാനുഗമാർത്ഥം. അതായത് ബാഹ്യവും ആധ്യാത്മികവുമായ സാധനങ്ങളുടെ മികവ് കൊണ്ട് അല്ലെങ്കിൽ തികവ് കൊണ്ട് ഉണ്ടാകുന്ന ലൗകികമായ ആനന്ദം ഉത്കൃഷ്ടമാണ്. ബ്രഹ്മാനന്ദത്തെ അനുഗമിക്കുന്നത് കൊണ്ടാണ് അതിനെ ആനന്ദം എന്നും പറയുന്നത്, അത് നിർദ്ദേശിക്കപ്പെടുന്നത്. ഇനി ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ആനന്ദം കൊണ്ട്, പ്രസിദ്ധമായ ഈ ആനന്ദം കൊണ്ട്, നാം അനുഭവിക്കുന്ന ആനന്ദം കൊണ്ട് വിഷയവ്യാവൃത്തമായ ബുദ്ധിക്ക് ആ അഗോചരമായ ആനന്ദത്തെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. മാത്രമല്ല, ലൗകികോ അപി ആനന്ദ ബ്രഹ്മാനന്ദസീവ മാത്ര. ആചാര്യസ്വാമികളുടെ വിശദീകരണം ശ്രദ്ധിക്കുക. ലൗകികമായ ആനന്ദവും ബ്രഹ്മാനന്ദത്തിന്റെ ഒരു ചെറിയ അണു മാത്രം. സുഖം എന്ന് പറയുന്നത്, ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്, അത് ബ്രഹ്മാനന്ദത്തിന്റെ ഒരു അംശം മാത്രമാണ്. ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ സമപ്രായക്കാരായ ആളുകളോട് ചിലപ്പോൾ വർത്തമാനം പറയുമ്പോൾ ചോദിക്കാറുണ്ട്, ഉറക്കം കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു 6-7 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്കൊക്കെ അസൂയ തോന്നുന്നു എന്ന്. കാരണം ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവരാണ് പലരും. 3-4 മണിക്കൂർ മാത്രം ഉറങ്ങി അതിനുശേഷം ഉറക്കം നഷ്ടപ്പെട്ട് അവർ ഇങ്ങനെ വിചാരധാര, പ്രായമായാൽ അങ്ങനെയാണല്ലോ, വൃദ്ധസ്ഥാവത് ചിന്താസക്ത എന്നാണല്ലോ. പ്രായമായി കഴിയുമ്പോൾ അവർ ഇങ്ങനെ ചിന്തയിൽ മുഴുകി കഴിയുന്നതായ ഒരവസ്ഥ. പക്ഷെ സുഖകരമായ നിദ്ര ഒരു 6-7 മണിക്കൂർ ഒരു തടസ്സവുമില്ലാത്തതായ, അതിനെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അത് ലഭിക്കുന്നത് തന്നെ ബ്രഹ്മാനന്ദ അനുഭവത്തിന്റെ ഒരു മാത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ലോകത്തിൽ ഈ അവിദ്യ കൊണ്ട് വിജ്ഞാനം മറയ്ക്കപ്പെടുന്നു, ജ്ഞാനം ആവൃതമാകുന്നു, അവിദ്യ ഉത്കർഷത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ അവരവരുടെ വിജ്ഞാനവും ബ്രഹ്മാവ് മുതൽക്ക് താഴോട്ട് ഇങ്ങനെ നോക്കിയാൽ ബ്രഹ്മാദികൾക്ക് അവരവരുടെ വിജ്ഞാനവും വിഷയ സാധന സംബന്ധവും അനുസരിച്ച് അനുഭവപ്പെടുന്നതും എന്നാൽ നിലനിൽക്കാത്തതുമായ, ചിരസ്ഥായി അല്ലാത്തതുമായ ആനന്ദം.
അത് ലൗകികമായി പരിണമിക്കുന്നു. ആചാര്യസ്വാമികളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിദ്യയാ തിരസ്ക്രിയമാണേ വിജ്ഞാനേ. ഇതെല്ലാം ആവിദ്യകമാണ്, അവിദ്യാസംബന്ധമാണ്. അവിദ്യയാ തിരസ്ക്രിയമാണേ വിജ്ഞാനേ ഉത്കൃഷ്യമാണായാം അവിദ്യായാം. അവിദ്യ എങ്ങനെ ഉത്തരോത്തരം നമ്മിൽ നിന്നും ബ്രഹ്മാവ് വരെ ഉള്ള ആ ബ്രഹ്മ പര്യന്തം നമുക്ക് അവിദ്യ ഏറ്റവും കൂടുതലും ബ്രഹ്മാവിന് അവിദ്യ ഏറ്റവും കുറഞ്ഞ തോതിലുമാണ്. ബ്രഹ്മാധിഭിഹി കർമ്മവശാത് യഥാവിജ്ഞാനം വിഷയാദി സാധന സംബന്ധ വശാച്ഛ വിഭാവ്യമാനശ്ച ലോകേ അനവസ്ഥിതോ ലൗകിക സമ്പദ്യത്തെ. ആനന്ദം ലൗകികമാണ്. ഇതെല്ലാം സയേവ അവിദ്യ കാമകർമ്മ അപകർഷേണ മനുഷ്യഗന്ധർവയാദി ഉത്തരോത്തര ഭൂമിഷു അകാമഹത വിദ്വത് ശ്രോത്രിയ പ്രത്യക്ഷോ വിഭാവ്യത്തെ ശതഗുണോത്തരോത്തരോത്കർഷേണ. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ നിലനിൽക്കാത്തതായ ആനന്ദം ലൗകികമായി പരിണമിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അത് തന്നെ അവിദ്യ, കാമം, കർമ്മം ഇവയുടെ കുറവ് അനുസരിച്ച് മനുഷ്യർ, ഗന്ധർവന്മാർ മുതലായ മേലെ നിലകളിൽ ഉള്ളവർക്ക് മനുഷ്യന്റെ അവിദ്യ, കാമം, കർമ്മം എന്നിവയുടെ ആ തോതിൽ നിന്നും കുറഞ്ഞതാണ് ഗന്ധർവന്മാരുടെ, മനുഷ്യഗന്ധർവന്മാരുടെ. അതിലും കുറഞ്ഞ തോതാണ് അവിദ്യ, കാമം, കർമ്മം എന്നിവയുടെ തോത് കുറഞ്ഞതാണ് ഗന്ധർവന്മാരുടെ. ഇങ്ങനെ ക്രമേണ ഉത്തരോത്തരം എത്തി മുകളിലേക്ക് പോയാൽ ബ്രഹ്മാവിന്റെ അവിദ്യ, കാമം, കർമ്മ എന്നിവ വളരെ പരിമിതമായിരിക്കും, വളരെ തുച്ഛം മാത്രമായിരിക്കാം. അങ്ങനെ 100 മടങ്ങ് ഉത്കർഷത്തോടു കൂടി. അപ്പൊ അവിദ്യ, കാമം, കർമ്മം എന്നിവ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ആനന്ദത്തിന്റെ തോത് അളവ് കൂടി വരുന്നു എന്ന്. അവിദ്യ, കാമ അവിദ്യായാം ബ്രഹ്മാദിഭിഹി കർമ്മവശാത് യഥാവിജ്ഞാനം വിഷയാദി സാധന സംബന്ധ വശാച്ച വിഭവ്യമാനശ്ച ലോകേ അനവസ്ഥിതോ ലൗകിക സമ്പദ്യത്തെ സയേവ അവിദ്യ കാമകർമ്മ അപകർഷേണ. എങ്ങനെയാണ് അപകർഷം? അവിദ്യ, കാമം, കർമ്മ എന്നിവയ്ക്ക് അപകർഷം എങ്ങനെയാണ് സംഭവിക്കുന്നത്? കുറവ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരിലാണ് ഏറ്റവും കൂടുതലുള്ളത് അവിദ്യ, കാമം, കർമ്മം എന്നിവ ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് മനുഷ്യ, ഗന്ധർവാദി ഉത്തരോത്തര ഭൂമിഷു മേൽക്കുമേൽ പോകുന്നതായ ഭൂമികകളിൽ, ആ ആത്മാക്കളിൽ അകാമഹത വിദ്വത് ശ്രോത്രിയ പ്രത്യക്ഷോ വിഭാവ്യതേ. ഇതെല്ലാം ഒരേ സമയം അകാമഹതനും ശ്രോത്രിയനുമായ ജ്ഞാനി അനുഭവിക്കുന്നു. ശതഗുണോത്തരോത്തരോത്കർഷേണ യാവത് ഹിരണ്യഗർഭസ്യ ബ്രഹ്മണ ആനന്ദ ഇതി. ബ്രഹ്മാവ്, ഹിരണ്യഗർഭൻ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നവനായ ആ പ്രജാപതി, നിരസ്തേ തു അവിദ്യാകൃതേ വിഷയ വിഭാഗേ വിദ്യയാ സ്വാഭാവിക പരിപൂർണ ഏക ആനന്ദ അദ്വൈ വിഭാവയന്നാഹ. ഇപ്പം ബ്രഹ്മാവിന്റെ ആനന്ദം വരെ ലഭിക്കുന്നു. എങ്ങനെ? കാമങ്ങളാൽ കെട്ടുപോകാത്ത, കാമങ്ങളാൽ ഹതനല്ലാത്ത വിദ്വാനായ ശ്രോത്രിയന് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു. എന്നാൽ അവിദ്യ നിമിത്തമുണ്ടാകുന്ന, അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതായ വിഷയമെന്നും വിഷയി എന്നുമുള്ള വിഭാഗം വിദ്യയാൽ തിരസ്കൃതമാകുമ്പോൾ, വിഷയി വിഭാഗം ജ്ഞാനം കൊണ്ട് ഇല്ലാതാകുമ്പോൾ സ്വാഭാവികവും പരിപൂർണവുമായ ആനന്ദം, ആത്മസ്വരൂപം, ആനന്ദം ഒന്നു മാത്രമായി തീരും, അദ്വൈതം. ഈ അർത്ഥത്തെ അനുഭവപ്പെടുത്താനാണ്, ഈ ആനന്ദ മീമാംസ കൊണ്ട് മനസ്സിലാക്കി തരാനാണ് ഈ മീമാംസ ചർച്ച കൊണ്ട് ഉപകരിക്കപ്പെടുന്നത് എന്ന് ആചാര്യൻ പറയുന്നു.
ഇനി നേരത്തെ പറഞ്ഞ ആ സാധു യുവ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ധ്യായകഃ എന്ന്, അതിന്റെ ആചാര്യന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യുവ പ്രഥമ വയാഹ, യുവാവായിരിക്കണം പ്രഥമ വയസ്സ്. യൗവനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മാനസികവുമായ ഏറ്റവും ബലം കൂടിയിട്ടുള്ള ഒരവസ്ഥയാണ്. 4 അവസ്ഥകളുണ്ടല്ലോ: ബാല്യം, യൗവനം, പിന്നെ വാർദ്ധക്യം. അങ്ങനെ 3 അവസ്ഥ: കൗമാരം, യൗവനം, വാർദ്ധക്യം. യുവാവായിരിക്കണം. സാധു യുവാ മാത്രമല്ല, സാധു യുവാവായിരിക്കണം, നല്ല യുവാവായിരിക്കണം. ആചാര്യൻ പറയുന്നു, സാധു യുവേതി സാധുശ്ച സൗ യുവാ ചേതി യൂനോഹോ വിശേഷണം. യുവാവിന്റെ വിശേഷണമാണ് സാധു എന്നുള്ള പദം. സാധുവായിരിക്കണം. യുവാപി അസാധുർഭവതി, യുവാവായിരുന്നാലും അസാധുവാവാം, സാധു അല്ലാതായിരിക്കാം. സാധുരപി അയുവാ, സാധുവാണ്, നല്ല മനുഷ്യനാണ്, പക്ഷേ യുവത്വമില്ല, അങ്ങനെയും ആവാം. അതുകൊണ്ടാണ് ഇവിടെ വിശേഷണം രണ്ടും കൂടി ചേർന്നതായിരിക്കണം. യുവാ സ്യാത് സാധു യുവേതി, യുവാവുമായിരിക്കണം, നല്ല യുവാവുമായിരിക്കണം, സാധു യുവാവുമായിരിക്കണം. ഇനി അധ്യായകഃ, ശ്രദ്ധിക്കുക, ഉപനിഷത്തിലെ ഓരോ പദത്തിന്റെയും സാങ്കത്യം ഇവിടെ തന്റെ ഉത്കൃഷ്ടമായ ഭാഷ്യ ശൈലിയിലൂടെ ആചാര്യൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആശിഷ്ഠ അധീത വേദഃ അധ്യായകഃ, ശാസ്ത്രജ്ഞാനമുള്ളവൻ എന്നർത്ഥം, വേദജ്ഞാനമുള്ളവൻ. ആശിഷ്ഠഃ ആശാസ്ത്രതമഃ. അപ്പോ ഇപ്പോ രോഗം കൊണ്ടോ അല്ലെങ്കിൽ ജനനം കൊണ്ട് തന്നെയോ, ചിലപ്പോൾ അംഗവൈകല്യം, ഇതൊന്നുമില്ലാത്ത പരിപൂർണനായ ഒരു യുവാവിനെയാണ് സാധു യുവ എന്ന് പറഞ്ഞത്. അപ്പോ ആചാര്യസ്വാമികളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇപ്പൊ രോഗം കൊണ്ടോ ജനന തന്നെയോ അംഗവൈകല്യമൊന്നുമില്ലാതെയും പരിപൂർണമായ ഇന്ദ്രിയ ശക്തിയോട് കൂടിയവനും, അതുപോലെ തന്നെ സാക്ഷാൽ കാമദേവന് തുല്യമായ രൂപസമ്പത്തുള്ളവനും സദാചാര തൽപരരുമായ ഒരു ചെറുപ്പക്കാരനായിരിക്കണം എന്നാണ് സാരം. വേദങ്ങളെല്ലാം അധ്യയനം ചെയ്ത് അവയുടെ അർത്ഥം ശരിയായി ഗ്രഹിച്ചിരിക്കണം. എന്നിട്ടോ ആശിഷ്ടഃ, തൻ്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് പൂർണ്ണ വിശ്വാസമുള്ളവനായിരിക്കണം. അത്യന്തം ദൃഢനും ബലവാനും ആയിരിക്കണം. ദൃഢിഷ്ഠഃ ദൃഢതമഃ, ബലിഷ്ഠഃ ബലവത്തമഃ, കായിക ബലം, മനോബലം, ഇങ്ങനെ ആധ്യാത്മികമായ സാധനങ്ങളെല്ലാം തികഞ്ഞവനായിരിക്കണം എന്ന് സാരം. അങ്ങനെയുള്ള ഒരു യുവാവിന് ചക്രവർത്തി, ലോക ചക്രവർത്തി സ്ഥാനം കിട്ടിയാൽ എന്തായിരിക്കും? ഈ ഭൂമി മുഴുവൻ ഉപഭോഗ സാധനങ്ങൾ കൊണ്ട് പരിപൂർണമായി നിറഞ്ഞു നിൽക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നതായ, അതായത് ഭൂമണ്ഡലത്തിന്റെ ആധിപത്യം, രാജാവായിരിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ള ആനന്ദം ഏതോ അതാണ് മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ ആനന്ദം എന്ന്. ബലിഷ്ഠഃ ബലവത്തമഃ ഏവം ആധ്യാത്മിക സാധന സമ്പന്നോ തസ്യ ഇയം പൃഥിവി ഉർവി സർവാവിത്തസ്യ വിത്തേന ഉപഭോഗ സാധനേന ദൃഷ്ടാർത്ഥേനാപി അദൃഷ്ടാർത്ഥേന ച കർമ്മസാധനേന സമ്പന്ന പൂർണ്ണ. അയാൾക്ക് ദൃഷ്ടമായും അദൃഷ്ടമായുമുള്ള കർമ്മസാധനങ്ങൾ, ദൃഷ്ടമായത് ലൗകികം, അദൃഷ്ടമായത് ആധ്യാത്മികമായത്, ഇങ്ങനെ തികഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി പൂർണ്ണോ രാജ പൃഥിവീപതിരിത്യർത്ഥ, ഭൂമണ്ഡലാധിപതി. തസ്യ യ ആനന്ദഃ സ ഏകോ മാനുഷഃ, മനുഷ്യാണാം പ്രകൃഷ്ട ഏക ആനന്ദഃ, പ്രകൃഷ്ടമായ ആനന്ദം. ശരി, ഇത് ആർക്കാ ഇപ്പൊ കിട്ടുന്നത്? അലക്സാണ്ടർക്ക് കിട്ടിയോ? നപ്പോളിയന് കിട്ടിയോ? അവർക്കാർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നത്
ഈ പരിപൂർണമായ മാനുഷ ആനന്ദം ഇപ്രകാരം ഈ ഗുണവൈഭവങ്ങളുള്ള ഒരാൾക്ക് ലഭിക്കും. സാധുവായിരിക്കണം എന്ന് പറഞ്ഞ ഈ വിശേഷണങ്ങളെല്ലാം മനസ്സിൽ നാം കൊണ്ട് വരേണ്ടതാണ്. തേയേശതം മനുഷ്യ മാനുഷാനന്ദാഹ സ ഏകോ മനുഷ്യഗന്ധർവാണാം ആനന്ദ. അപ്പോ ഈ മനുഷ്യന്റെ ഈ 100 ഇരട്ടിച്ചതാണ് ഒരു മനുഷ്യ ഗന്ധർവന്റെ ആനന്ദം. അപ്പൊ മനുഷ്യ ആനന്ദത്തെക്കാൾ 100 മടങ്ങ് ഉത്കൃഷ്ടമാണ് മനുഷ്യ ഗന്ധർവന്മാരുടെ ആനന്ദം എന്ന് സാരം. ആരാണ് ഈ മനുഷ്യ ഗന്ധർവന്മാർ എന്ന് ചോദിച്ചാൽ, മനുഷ്യാഹ സന്തഃ കർമ്മ വിദ്യാവിശേഷാത് ഗന്ധർവത്വം പ്രാപ്താഹ മനുഷ്യ ഗന്ധർവ. അതായത് അവർ കർമ്മവിശേഷം കൊണ്ട്, അവരുടെ ഉത്കൃഷ്ടമായ കർമ്മം കൊണ്ടും വിദ്യാ വിശേഷം കൊണ്ടും ഗന്ധർവത്തെ പ്രാപിച്ചവരാണ്. ഗന്ധർവ യോനിയിൽ അവർ ജനിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് മനുഷ്യ ഗന്ധർവന്മാർ എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ, ദേഹി അന്തർധാനാദി ശക്തി സമ്പന്നാഹ സൂക്ഷ്മ കാര്യകരണാഹ. അവർ അന്തർധാനാദി ശക്തി സമ്പന്നാഹ, അന്തർധാനം മറയ അങ്ങനെയുള്ള ശക്തിയുള്ളവരും സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും മനുഷ്യ ഗന്ധർവന്മാർ. അതിനാൽ അവർക്ക് തസ്മാത് പ്രതിഘാതാത് അല്പത്വം തേഷാം ദ്വന്ദ്വ പ്രതിഘാത ശക്തി സാധന സമ്പത്തിച്ച. അവർക്ക് ശീതോഷ്ണം മുതലായ ദ്വന്ദ്വങ്ങളെല്ലാം അവരുടെ ഉപദ്രവം കുറവായിരിക്കും. നമ്മളെ പോലെയല്ല. നമുക്ക് ഒരു തണുത്ത കാറ്റ് വീശിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നാം ഒരു പുതപ്പെടുത്ത് പുതയ്ക്കും. ചൂട് കാറ്റടിക്കുകയാണെങ്കിൽ അപ്പോൾ AC പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ദ്വന്ദ്വങ്ങളുടെ അവയുടെ ആ ആക്രമണം ഇവരെ വളരെ കുറച്ചു മാത്രമേ ബാധിക്കുന്നുള്ളൂ. എന്നർത്ഥം. ഇപ്പൊ ശീതോഷ്ണാദി ദ്വന്ദ്വങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം കുറവായിരിക്കുന്നവരാണ് മനുഷ്യ ഗന്ധർവന്മാർ. കാരണം എന്താ? അത്തരത്തിലുള്ള ഉപദ്രവങ്ങളെ നീക്കുന്നതിനുള്ള ശക്തിയും സാധനങ്ങളും അവരിൽ തികഞ്ഞിരിപ്പുണ്ട് എന്നർത്ഥം. തേഷാം ദ്വന്ദ്വ പ്രതിഘാത ശക്തി സാധന സമ്പത്തിശ്ച തതഃ അപ്രതിഹന്യമാനസ്യ പ്രതികാരവതഃ മനുഷ്യ ഗന്ധർവസ്യ സ്യാത് ചിത്തപ്രസാദഃ. നമ്മെക്കാളും കൂടുതൽ മനസ്സിന്റെ പ്രസാദം, ഉപദ്രവങ്ങളില്ലാത്തത് കൊണ്ട്, പ്രതിവിധി ചെയ്യാൻ സാമർഥ്യമുള്ളത് കൊണ്ട് മനുഷ്യരെക്കാൾ ചിത്തപ്രസാദം കൂടുതലായിരിക്കും. ചിത്തപ്രസാദം കൂടുതലാകുമ്പോൾ ആ സുഖവും അഭിവ്യക്തമാകും, കൂടുതലാകും എന്നർത്ഥം. ഇങ്ങനെ ഏവം മനുഷ്യഗന്ധർവസ്യ സ്യാത് ചിത്തപ്രസാദഃ തത് പ്രസാദവിശേഷാത് സുഖവിശേഷാഭിവ്യക്തി. മനുഷ്യരെക്കാളും കൂടുതൽ സുഖാഭിവ്യക്തി മനുഷ്യഗന്ധർവന്മാരിൽ ഉണ്ടാകും. ഏവം പൂർവസ്യാ ഭൂമി ഉത്തരസ്യാം ഭൂമൗ പ്രസാദവിശേഷതഃ ശതഗുണേന ആനന്ദോത്കർഷഃ ഉപപദ്യത്തെ. 100 മടങ്ങ് ഈ ചിത്തപ്രസാദം ഉള്ളത് കൊണ്ട് അവർക്ക് 100 ഇരട്ടി ഈ ഗ്രഡേഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്താ എന്ന് പറഞ്ഞാൽ അകാമഹതത്വം. ഇതെല്ലാം ഏകകാലത്തിൽ അകാമഹതനും ശ്രോത്രിയനുമായ ഒരു വിദ്വാൻ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഒരു 10 കോടി രൂപ കിട്ടിയ ഒരാൾക്ക് 5 രൂപയുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ? സാധു യുവാധ്യായകഃ ഇത് ശ്രോത്രിയ അവൃജനത്വേ ഗൃഹ്യേതേ. ഇത് പ്രധാനമാണ്. ശ്രോത്രിയനായിരിക്കണം, അകാമഹതനായിരിക്കണം. അകാമഹതഗ്രഹണം അത് പ്രധാനമാണ്. ശതഗണ സുഖോത്കർഷോപലബ്ധേഹ അകാമഹതസ്യ പരമാനന്ദ പ്രാപ്തി സാധനത്വ വിധാനാർത്ഥം. ഇനി അടുത്തത് പ്രഥമം തു അകാമഹതാഗ്രഹണം മനുഷ്യ വിഷയ ഭോഗ കാമാന അഭിജിതസ്യ ശ്രോത്രിയസ്യ മനുഷ്യ ആനന്ദാത് ശതഗുണേന ആനന്ദോത്കർഷഃ.
മനുഷ്യഗന്ധർവേണ തുല്യ വക്തവ്യ ഇത്യവമർത്ഥഃ. സാധു യുവാധ്യാകഃ ഇതി ശ്രോത്രിയത്വ അവർജനത്തെ ഗൃഹ്യത്തെ. തേഹി അവിശിഷ്ടേ സർവത്ര അകാമഃ തത്വം തു വിഷയ ഉത്കർഷാപകർഷതഃ സുഖോത്കർഷാപകർഷായ വിശേഷ്യത്തെ. അതഃ അകാമഃ തു ഗ്രഹണം തദ്വിശേഷതഃ ശതഗുണസുഖോത്കർഷ ഉപലബ്ധേഃ അകാമഃ തസ്യ പരമാനന്ദ പ്രാപ്തി സാധനത്വ വിധാനാർത്ഥം വ്യാഖ്യാതം എന്ന്. ഇങ്ങനെ മനുഷ്യഗന്ധർവന്മാരിൽ നിന്നും ദേവഗന്ധർവന്മാരിലേക്ക് പോകുന്നു. 100 മടങ്ങ് ആനന്ദം അനുഭവിക്കുന്നവരാണ്. മനുഷ്യഗന്ധർവന്മാരുടെ ആനന്ദത്തിനേക്കാൾ 100 മടങ്ങ് അനുഭവിക്കുന്നവരാണ് ദേവഗന്ധർവർ. ആരാണ് ദേവഗന്ധർവന്മാർ എന്ന് ചോദിച്ചാൽ, ദേവഗന്ധർവ ജാതിതയേവ. ദേവഗന്ധർവന്മാർ ഒരു പ്രത്യേക ജാതിയാണ്. മനുഷ്യഗന്ധർവന്മാരിൽ നിന്നും ഉയർന്നവരാണ് ദേവഗന്ധർവൻ. ഇനി അതിൽ നിന്നും ചിരലോകലോകന്മാർ, അതിൽ നിന്നും ഉത്കൃഷ്ടത പ്രാപിക്കുന്നവരാണ്. ചിരകാലസ്ഥായി ലോകേ യേഷാം പിതൃണാം തേ ചിരലോകലോകാഃ ഇതി. ദേവഗന്ധർവന്മാരുടെ ആനന്ദാനുഭവത്തിന്റെ 100 മടങ്ങ് അനുഭവിക്കുന്നവരായ പിതൃക്കൾ, അതായത് ചിരലോകലോകാഃ ഇതി, ചിരകാലം വളരെ കാലം നിലനിൽക്കുന്ന ലോകത്തോട് കൂടിയവർ, പിതൃലോകത്തിൽ തന്നെ നിൽക്കുന്നവർ എന്നർത്ഥം. അതെന്താ എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നുണ്ട്. ചിരലോകലോകം, വാപി കൂപ തടാകാദികൾ, ഭൂമിയിൽ വാപി കൂപ തടാകങ്ങൾ, അതായത് കിണർ കുഴിച്ചും കിണറ് കുളം മുതലായവ ഒക്കെ കുഴിച്ച് ഈ എന്താ പറയാ തടാകങ്ങൾ നിർമ്മിച്ചും, അതായത് ലോകോപകാരപ്രദമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ എന്നർത്ഥം. വാപി കൂപ തടാകങ്ങളൊക്കെ നിർമ്മിച്ചവർ, ആരാമങ്ങൾ, പൂന്തോട്ടം, വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള തണൽ വൃക്ഷങ്ങൾ, ഇതൊക്കെ പൂർത്തം എന്ന് പറയും. ഇഷ്ടാപൂർത്തം എന്ന് പറയാറുണ്ട് ശാസ്ത്രത്തിൽ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ യാഗാദികൾ, ഇത് പൂർത്തം, ലോക ഉപകാരപ്രദമായ ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കാണ് ഇത്തരത്തിലുള്ള ഉയർന്ന ലോകം അവർ പ്രാപിക്കുന്നത്. ഇനി അങ്ങനെയുള്ളവർക്ക് അവരെല്ലാം ദേവമാർഗത്തിലൂടെ പിന്നീട് സഞ്ചരിക്കുന്നു എന്നൊക്കെ പിന്നീട് ഉപനിഷത്ത് വിശദീകരിച്ചായിരുന്നു. ഇനി അതിൽ നിന്നും ആജാനജ ദേവന്മാരിൽ നിന്നും പിന്നെ ആ സ്മാർത്തകർമ്മ വിശേഷത്തോ ദേവസ്ഥാനേഷു ജാതാഹ. ആജാനജ ദേവന്മാർ ഇത്തരത്തിലുള്ള സ്മാർത്ത കർമ്മ വിശേഷങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് ദേവസ്ഥാനങ്ങളിൽ ജനിച്ച ദേവന്മാരെ ആജാനജ ദേവന്മാരെന്ന് പറയുന്നു. ഇനി അതിൽ നിന്നും ശ്രേഷ്ഠതയുള്ളവരാണ് കർമ്മദേവന്മാർ. കർമ്മദേവാഹ യേ വൈദികേന കർമ്മണ അഗ്നിഹോത്രാദിന കേവലേന ദേവാനപിയന്തി. കർമാനുഷ്ഠാനങ്ങൾ, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് ദേവത്വം പ്രാപിച്ചവരായവരെ കർമ്മദേവന്മാർ എന്ന് പറയുന്നു. ആ ദേവന്മാർ 33 പേരാണ്. ത്രയസ്ത്രിംശത് ഹവിർഭുജ. അവർക്ക് യാഗാദികളിലെ ഹവിർഭാഗം അവർ സ്വീകരിക്കുന്നു, കർമ്മദേവന്മാർ. ഇന്ദ്രഹ തേഷാം സ്വാമി. ഇന്ദ്രൻ അവരുടെ സ്വാമിയാണ്. ആരാണ് ഇവരൊക്കെ എന്ന് ചോദിച്ചാൽ, അഷ്ടവസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ. അപ്പോ 12, 8, 20, 11, 31. ഇന്ദ്രൻ, ബ്രഹ്മാവ് 33 ദേവന്മാർ. ആ 33 ദേവതാ സ്വരൂപങ്ങളെയാണ് പുരാണാദികളിലൊക്കെ 33 കോടി ദേവന്മാർ എന്ന് നാം പറയുന്നത്. അഗ്നിഹോത്രാദിന കേവലേന ദേവാൻ അപിയന്തി, ദേവത്വം പ്രാപ്നുവന്തി. ദേവാഹ ഇതി ത്രയസ്ത്രിംശത് ഹവിർഭുജഃ. ഇന്ദ്രസ്തേഷാം സ്വാമി. ഇന്ദ്രൻ അവരുടെ രാജാവാണ്. ആചാര്യോ ബൃഹസ്പതി. പ്രജാപതി വിരാട്. ത്രൈലോക്യ ശരീരോ ബ്രഹ്മ. സമഷ്ടി ദൃഷ്ടിരൂപ സംസാര മണ്ഡല വ്യാപി. ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് എന്നൊക്കെ നാം പറയുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതായ ബ്രഹ്മാവ് എന്ന് പറയുന്ന ഉപനിഷത്തിൽ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന സമഷ്ടിരൂപനും വ്യഷ്ടിരൂപനുമായ
സംസാരമണ്ഡലം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവനുമായ ആ ബ്രഹ്മാവ് എന്നും. എത്ര ഏതേ ആനന്ദഭേദ ഏകതാം ഗച്ഛന്തി ധർമ്മശ്ച തന്നിമിത്ത ജ്ഞാനം ച തദ്വിഷയം അകാമഹതത്വം ച നിരതിശയം എത്ര യേഷ ഹിരണ്യഗർഭോ ബ്രഹ്മ തസ്യ ഏഷ ആനന്ദഃ. ഇങ്ങനെ ബ്രഹ്മാനന്ദ പര്യന്തമുള്ള ആനന്ദമെല്ലാം തന്നെ അവൃജനേന അകാമഹതേന അകാമഹതവും അകാമഹതനും ജ്ഞാനിയുമായ ഒരാൾക്ക് സുലഭമായി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. സർവത പ്രത്യക്ഷം ഉപലഭ്യത്തെ തസ്മാത് ഏതാനി ത്രീണി സാധനാനി അവഗമ്യത്തെ. ശ്രോത്രിയനായിരിക്കണം, അവൃജനത്വം അപാപഹത പാപഹതം അല്ലാത്തവൻ, പാപങ്ങളില്ലാത്തവൻ. അകാമഹതത്വം വളരെ ഉത്കൃഷ്ടമായ ഒരു സാധനമാണ്. കാമം ആഗ്രഹങ്ങളില്ലാത്തവൻ, അഭിലാഷങ്ങളില്ലാത്തവൻ, ആശകളില്ലാത്തവൻ എന്ന്. അങ്ങനെയുള്ള ഒരു ശ്രോത്രിയന് ഈ ആനന്ദങ്ങളെല്ലാം സുലഭമായി അയാൾക്ക് ലഭിക്കുന്നു. പരമാനന്ദ പ്രീതിക്കുള്ള സാധനങ്ങളാണ് ഈ മൂന്നെണ്ണം. അതായത് അപാപത്വം, പാപരാഹിത്യം, അകാമതത്വം, ആഗ്രഹമില്ലാതിരിക്കണം, ശ്രോത്രിയനുമായിരിക്കണം എന്ന്. ഇതിന്റെ മറ്റു വിശദീകരണങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തിങ്കളാഴ്ച നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. ഇതോടുകൂടി ഇന്നത്തെ സത്സംഗം സമാപിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.